ഉറങ്ങി രാവിലെ എണീക്കുമ്പോൾ ഞാൻ കാണുന്നത് വേറൊരു രഞ്ജിത്തിനെയാണ്. അഥവാ എന്നോട് രാത്രി എനിക്ക് വാഗ്ദാനങ്ങൾ തന്ന, അല്ലെങ്കിൽ എന്നോട് സിനിമാ മോഹങ്ങൾ ഷെയർ ചെയ്ത, എനിക്കൊരു ചാൻസ് തരുമെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ എനിക്ക് അവസരങ്ങൾ എന്തായാലും തരുമെന്ന് പറഞ്ഞ ആ വ്യക്തി എന്നോട് പറഞ്ഞത്, ഐ ഗോട്ട് ഗോ നൗ, ഐ വാണ്ടഡ് ടു ഗോ നൗ, സോ സാജ് യു ടെൽ മീ വാട്ട് യു വാണ്ട്, ഹൗ മച്ച് മണി യു വാണ്ട്, നിനക്ക് എത്ര പൈസയാണ് വേണ്ടത് എന്നാണ് എന്നോട് ചോദിച്ചത്. അത് ഒരിക്കലും ഞാൻ മറക്കില്ല. എൻ്റെ ശരീരത്തിനും എൻ്റെ ആ രാത്രിക്ക് അദ്ദേഹം ചാർജ് ചെയ്തിട്ട് എന്നോട് ആ പൈസ എത്ര വേണ്ടതെന്ന് ചോദിച്ചത്, അത് ഞാൻ ഒരിക്കലും മറക്കില്ല. അത് എന്നോട് ചെയ്ത ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ഞാൻ ഒരിക്കലും അത് മറക്കില്ല. കാരണം ഒരു അവസരവും അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആവശ്യം ആ ഒരു രാത്രി എൻ്റെ ശരീരവും, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്, എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതൊന്നും എനിക്കറിയില്ല. ബട്ട് ഹീ ടോട്ടലി അബ്യൂസ്ഡ് മീ ആൻഡ് ദെൻ ഹീ ആസ്ക്ഡ് മീ ഹൗ മച്ച് യു വാണ്ട്. സോ ഒരാൾക്കും ഞാനൊരിക്കലും അത് മറക്കില്ല. എൻ്റെ ലൈഫിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇത്രേ. അതിനുശേഷം താങ്കളെ അദ്ദേഹം മടക്കി അയക്കുന്നു. അതിനുശേഷം ഈ വിവരം ആദ്യം ആരോടാണ് പറയുന്നത് സജീർ? ഈ വിവരം ഞാൻ കോഴിക്കോടിലേക്ക് തിരിച്ചു വന്നപ്പം ഞാൻ എൻ്റെ വീട്ടിലല്ലായിരുന്നു താമസിച്ചിരുന്നത്. ആക്ച്വലി എൻ്റെ ഗ്രാൻഡ് ഫാദർ ഞാൻ ആക്ച്വലി താമസിച്ചിരുന്നത് എന്നെ ഒരാൾ പഠിപ്പിക്കുകയായിരുന്നു, ഒരു കാലിക്കറ്റ് തന്നെയുള്ള ഒരു മാഡം. കാരണം ഞാൻ ഫിനാൻഷ്യലി അത്ര ഹൈ വോളിയം ഫാമിലി അല്ല. സോ എൻ്റെ ഫാമിലി വളരെ ബാക്ക്വേർഡാണ് ഫിനാൻഷ്യലി. സോ എൻ്റെ പഠനവും കാര്യങ്ങളൊക്കെ ഒരാളാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ആ മാഡത്തിൻ്റെ വീട്ടിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. അപ്പം ഞാൻ മാഡത്തിനോട് ഈ കാര്യം പറഞ്ഞു. ഷീസ് ഓൾറെഡി പാസ്ഡ് അവേ, സോ ഐ ഡോണ്ട് വോണ്ട് ടു ടെൽ ഹെർ നെയിം. അപ്പോൾ അവരോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ അന്ന് റിയാക്ട് ചെയ്യാൻ എന്നോട് പറഞ്ഞു, നീ എന്തിനാണ് നിന്ന് കൊടുത്തത്? ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഈ ഒരു ഉദ്ദേശത്തിലാണ് പുള്ളി എന്നെ വിളിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അന്ന് വോയിസ് റേസ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടിയില്ല. ഞാൻ പലവട്ടം ആ സമയത്ത് തന്നെ ഞാൻ പലവട്ടം രഞ്ജിത്തിൻ്റെ പല പ്രോഗ്രാംസ് കോഴിക്കോട് കോർഡിനേറ്റ് ചെയ്തപ്പോഴും ഐ ട്രൈ ടു ഗോ ദെയർ ആൻഡ് ഐ വാണ്ടഡ് ടു റൈസ് മൈ വോയിസ് ദാറ്റ് ദീസ് ഗായ് യൂസ്ഡ് മീ വെരി വെൽ എന്ന് പറയാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ക്രൗഡഡ് വിൽ നെവർ, അല്ലെങ്കിൽ അവരെ കൂടുതലുള്ള ആളുകളോ ആരും ഞാൻ അത് പറഞ്ഞാൽ വിശ്വസിക്കുമോ അല്ലെങ്കിൽ ഏത് രീതിയിൽ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതിന് ശേഷം ഞാൻ അദ്ദേഹത്തിന് ഈ നമ്പറിൽ അദ്ദേഹം തന്ന നമ്പറിൽ മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് രണ്ടാമത്തെ ദിവസം കാലിക്കറ്റ് എത്തിയപ്പോൾ എനിക്ക് കിട്ടിയ മെസ്സേജിൽ ഇതിങ്ങനെയാണ്, ഡോണ്ട് സെൻഡ് മീ എനി മെസ്സേജ് ഓർ കോൾസ് ഇൻ ദിസ് നമ്പർ, ഐ എം രഞ്ജിത്ത് വൈഫ് എന്നാണ് എനിക്ക് റീപ്ലൈ വന്നത്. സോ ഐ എം ഡാം ഷുവർ അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് നോട്ട് രഞ്ജിത്ത് വൈഫ്, ഇറ്റ്സ് രഞ്ജിത്ത് ഓൺലി. ഇത് നടക്കുന്നത് 2012 പക്ഷേ ആ സമയത്ത് എന്തുകൊണ്ടാണ് ഒരു പരാതി കൊടുക്കാൻ കഴിയാതെ പോയത് സജീർ? 2012 ഡിസംബർ. ഞാൻ അതിന് എനിക്ക് പറയാനുള്ളത്, ആ സമയത്ത് എനിക്ക് അതിനുള്ള ഒരു എൻ്റെ ഏജ് ആ സമയത്ത് ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും സിനിമാ സംവിധായകൻ അദ്ദേഹം എന്നോട് ഇങ്ങനെ ചെയ്തത്, അന്ന് എനിക്ക് 21 വയസ്സായിരുന്നു. 21. ഐ എം 21 ഇയർ. അതെ, ഒരു മാരിറ്റബിൾ ഏജ് ആണ്. അപ്പോൾ ആ സമയത്ത് അന്നത്തെ മെച്യൂരിറ്റി വെച്ച് അതെ, ഞാൻ മെച്യൂരിറ്റി വെച്ച് എനിക്കൊരിക്കലും ആ സമയത്ത് ധൈര്യമില്ലായിരുന്നു സർ. ആ സമയത്ത് ഇത് പുറത്ത് പറയാനോ ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നുള്ള ഭയം എനിക്കുണ്ടായിരുന്നു. ഇനി ഞാൻ അങ്ങനെ പറഞ്ഞാൽ അത് ഏത് രീതിയിലായിരിക്കും വരിക, പിന്നെ അതിന് മാത്രമുള്ള ഒരു ഇപ്പം എനിക്കുള്ള ഈ കോൺഫിഡൻറ്റ് ഇപ്പം പല രീതിയിലും ഹേമ കമ്മിറ്റി അതുപോലെ പല ആളുകളും എല്ലാം തുറന്നു പറയുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ഉള്ള ഈ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ഈ ഒരു എന്തെങ്കിലും തെളിവുകൾ ഇപ്പോഴുണ്ടോ? അതുകൊണ്ട് മാത്രമാണ് അന്ന് എനിക്ക് താങ്കൾ അവിടേക്ക് ഇദ്ദേഹം അയച്ച മെസ്സേജുകളോ എന്തെങ്കിലും തെളിവുകൾ? ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഫോൺ ഇതാണ്. ഈ ഫോണ് എനിക്ക് തോന്നുന്നു ഞാൻ വാങ്ങിച്ചിട്ട് ഒരു 9 months ആയി. ഇതിന് മുമ്പ് ഞാൻ ഒരു 5 ഫോണെങ്കിലും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഈ 2012 ഞാൻ ഉപയോഗിച്ച ഫോൺ പോലും എനിക്ക് അറിയില്ല അത്രയും. കാരണം ആ സമയത്തൊന്നും സ്മാർട്ട് ഫോൺ സാധാരണ. തീർച്ചയായിട്ടും ഈ തെളിവുകളല്ല ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു കാര്യം. അത് സജീറിന്റെ വിശ്വാസമാണ്. സജീർ പറഞ്ഞതൊക്കെ ഒരുപക്ഷെ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ സജീർ പറയുന്ന ഒരു കാര്യത്തിനും സജീർ അവിടെ ഈ ഹോട്ടലിൽ പോയതായി ഒരു രേഖയും അവിടെ ഇല്ല. സജീർ പോയത് പുറകുവശത്തെ ഒരു
ഒരു സ്റ്റെപ്പിലൂടെയാണ്. 2012 ഡിസംബറിലാണ് ഈ സംഭവം നടക്കുന്നത്. ആ സമയത്ത് താജ് ഹോട്ടലിൽ അവർ ഫുട്ടേജ് നോക്കുകയാണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ, ഫുട്ടേജ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അതിൽ കാണാൻ പറ്റും. ഞാൻ റിസപ്ഷനിൽ അവിടെ പോയിട്ടുണ്ടല്ലോ. ഇനി അത് മാത്രം ആ ഒരു ഫുട്ടേജ് വെച്ചിട്ടല്ല, ഞാൻ ആ ഫുട്ടേജ് കിട്ടുമോ അല്ലെങ്കിൽ അത് ഇനി റിക്കവർ ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഷുവറാണ്, ഏത് കോർട്ടിൻ്റെ മുമ്പിലും രഞ്ജിത്തിന് എന്നെ അറിയില്ല എന്ന് രഞ്ജിത്ത് പറയില്ല.